രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക് കൂടി. സ്ത്രീപീഡനം ഉണ്ടാകുമ്പോഴൊക്കെ അവരെ പാർട്ടി കോടതിയിൽ വെച്ച് വിചാരണ നടത്തുന്ന മുഖ്യമന്ത്രിയാണ് ഈ വലിയ 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 വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മാതൃകാപരമായ നടപടിയെടുത്ത പാർട്ടിയാണ്. CPM എന്ത് നടപടിയെടുത്തു? സ്ത്രീലമ്പടന്മാരെ മുഴുവൻ സംരക്ഷിക്കുകയും അവർക്ക് പദവികൾ വാരിക്കോരി കൊടുക്കുകയും ചെയ്തൊരു മുഖ്യമന്ത്രിയാണ് ഈ വർത്താനം പറയുന്നത്. 2 ആഴ്ചക്കാലം ഒരു പരാതി ഒരു നടി കൊടുത്തിട്ട് കൈവച്ചിരിക്കുകയായിരുന്നു. എന്താ അദ്ദേഹം പോലീസിന് ഫോർവേഡ് ചെയ്തത്? KPCC പ്രസിഡന്റ് ഒരു പരാതി കിട്ടിയപ്പോൾ അടുത്ത നിമിഷം അദ്ദേഹം ആ പരാതി DGPക്ക് കൊടുത്തു. അതാണ് ഞങ്ങളും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ചെലവാകാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം നേരിടുമെന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ശബരിമലയിൽ നടക്കുന്ന കൊള്ള ഉന്നതന്മാരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ്. യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാതിരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ്. ഇതെല്ലാം ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ പ്രതിഫലിക്കാൻ പോകുന്ന കാര്യമാണ്. തന്നെയുമല്ല, മുഖ്യമന്ത്രി ജനങ്ങൾക്കൊരു നൽകിയ വാഗ്ദാനങ്ങൾ എവിടെയാണ് പാലിച്ചിട്ടുള്ളത്? നാടിനെന്ത് മാറ്റമാണ് ഉണ്ടായത്? കഴിഞ്ഞ 10 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയ 10 വർഷങ്ങളല്ലേ? അദ്ദേഹം വീമ്പ് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ജനങ്ങൾ അതിന് തിരിച്ചടി നൽകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പരിതാപകരമായ സ്ഥിതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനമാണ്. മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളെ ശ്രദ്ധിക്കാൻ സമയമില്ലല്ലോ. അദ്ദേഹം ജനങ്ങളുടെ പണം മുടക്കി വിദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുകയല്ലേ. അദ്ദേഹം നടത്തിയ വിദേശയാത്രകൾ മാത്രം എടുത്തിയാൽ മതിയല്ലോ എന്ത് പ്രയോജനം കേരളത്തിലുണ്ടായെന്ന് ആലോചിക്കാൻ. അതുകൊണ്ട് യഥാർത്ഥ നശീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും LDFുമാണ്. ജനങ്ങൾക്കൊരു പ്രയോജനം ചെയ്യാത്തൊരു ഗവൺമെൻറ്റാണിത്. അത് വ്യക്തമാകുന്നതിൻ്റെ പരിഭ്രാന്തിയാണ് മുഖ്യമന്ത്രിക്കുള്ളത്. ഈ രാഹുൽ മാധവത്തിന്റെ രണ്ടാമത്തെ പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായി അതിജീവിതം ബഹുമാനിക്കുകയും ചെയ്തു. അല്ലല്ല, അതൊക്കെ പരിശോധിക്കട്ടെ. കോടതി ഉണ്ടല്ലോ, പരിശോധിക്കട്ടെ. ഇന്നലെ കോടതി അത് പരിശോധിച്ചാണല്ലോ ജാമ്യം കൊടുത്തത്. അപ്പോൾ കോടതിയുടെ മുമ്പിലിരിക്കുന്ന വിഷയമല്ല, അത് കോടതി പരിശോധിക്കട്ടെ. അല്ല, അതെല്ലാം കോടതി പരിശോധിക്കേണ്ട വിഷയം. കോടതിയിലിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഏറ്റവും മാതൃകാപരമായ നടപടി സ്വീകരിച്ച പാർട്ടിയാണ് ഞങ്ങളുടേത്. ഞാനതാ പറഞ്ഞേ, 2 ആഴ്ചക്കാലം ഒരു പരാതി കിട്ടിയിട്ട്, ഒരു മുൻ MLA CPMൻ്റെ മുൻ MLAയുടെ പരാതി കിട്ടിയിട്ട് അത് മുഖ്യമന്ത്രി അടച്ച് പെട്ടി വെക്കുകയായിരുന്നല്ലോ. എന്താ നടപടി എടുക്കാഞ്ഞേ? സ്ത്രീപീഡനം നടത്തി എത്രയോ പേരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു. ആ ഇരട്ടത്താപ്പ് മുഖ്യമന്ത്രിയുടെ ശരിയല്ല. എല്ലാവർക്കും ഒരേപോലെ ആകണം നിയമം ഒരുപോലെ ആകണം. പിള്ള നയം സ്വീകരിക്കുന്നത് ശരിയല്ല. അത് കേരളത്തെ ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. രമേശ് ചെന്നിത്തലയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്.